മാത്രമല്ല തു ചാഹേ तो क़िबला बदल जाएगा जो है तेरी रज़ा वो है मेरी रज़ा जो है तेरी रज़ा वो है मेरी रज़ा അല്ലാഹുവിന്റെ ഹബീബേ അവിടുത്തെയുടെ താൽപര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തങ്ങളുടെ ഇഷ്ടമാണ് നിസ്കാരം, അല്ലാഹുവിനുള്ള ആരാധനയാണ്. അതിൽ എങ്ങോട്ട് തിരിയണമെന്നത് റബ്ബിന്റെ ആഭ്യന്തരമാണ്. ആ ആഭ്യന്തരം തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. തൂ ജോ ചാഹേ തോ ഖിബല ബദൽ ജായേഗാ. അത്രയും വലിയ പദവിയുള്ള നേതാവാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരു പ്രതിഫലവും നമ്മളോട് ചോദിച്ചിട്ടില്ല. നിങ്ങളോട് ഒരു പ്രതിഫലമാണ് ആവശ്യപ്പെട്ടത്. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മക്കളോ എന്ന് സ്നേഹിക്കണേ, എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ഇഷ്ടം വെക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മക്കൾക്ക് ഇവിടെ അനന്തര സ്വത്ത് വെച്ചിട്ടല്ല പോയത്. ലോകത്തുള്ള എല്ലാ ജനങ്ങളും മദീനയിൽ വരുമ്പോ എന്റെ കുടുംബത്തിന് വേണ്ടി അവിടെയുള്ള കാശിക്കുഞ്ചിയിൽ അല്ലെങ്കിൽ അവിടെയുള്ള മണി ബോക്സിൽ ഒരു റിയാൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര കോടി റിയാലാണ് വരാനുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചില്ല. നിങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് സ്വതക്കയാകുന്ന സക്കാത്താകുന്ന നിങ്ങളുടെ ദാനം, നിങ്ങളുടെ ധർമ്മം നൽകണം. എന്നാൽ അതുപോലെ എന്റെ കുടുംബത്തിന് പറ്റൂല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്കുള്ള ധർമ്മം പോലും എന്റെ മക്കൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഭൗതികമായി ഒന്നും ആവശ്യപ്പെടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത് എന്റെ മക്കളെ ഒന്ന് സ്നേഹിക്കണേ. കാരണം അവരാരാണ്? അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. ഹസനും ഹുസൈനും അതാ സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്, ശബാബ് അഹ്ലിൽ ജന്നയുടെ നേതാക്കളാണ്. അറിയുമോ, നമുക്കിവിടെ നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് അവറുകളും ഇവിടെ ഇരിക്കുന്ന സാദാത്തുക്കളുമെല്ലാം ആ മഹാനരായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ മക്കളുടെ മക്കളാണ്. എല്ലാവരുടെയും പരമ്പര മുറിഞ്ഞു പോയാലും മുറിഞ്ഞു പോകാത്ത പരമ്പരയുടെ നേതാവാണ്. മദീനയുടെ മണിപ്രവാളത്തിൽ മാനവികതയുടെ വനതലങ്ങളിൽ സ്നേഹഗോപുരങ്ങളുടെ ഇഷ്ടസിംഹാസനങ്ങളെ അടയാളപ്പെടുത്തിയിട്ട് അതുല്യ പ്രേമത്തിന്റെ മഹനീയമായ രാജവീതി ഒരുക്കി തന്ന ലോകത്തിന്റെ നേതാവ്, മദീനയുടെ ജേതാവ്, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ നൽകേണ്ട കടപ്പാട് അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹമാണ്. അവരെന്തെങ്കിലും ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിന്നവരല്ല, ഭൗതികമായ അംഗീകാരത്തിന് വേണ്ടി നിന്നവരല്ല. അറിയുമോ, സയ്യിദുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരാണ്? അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമുള്ള മോനാണ്. പ്രിയപ്പെട്ട മകൻ ജനിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ചെന്നു, നബിയേ ഒരു മോൻ പിറന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്ത് പേരാ മോനെ അലിയെ ഇടാൻ ഉദ്ദേശിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹർബ് എന്ന പേരിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉടനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പേര് വേണ്ട, ഹസൻ എന്ന് ഞാനിതാ പേര് വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ മകൻ ജനിച്ച സമയത്ത് ചെന്നു, എന്ത് പേരാ അലിയെ ഉദ്ദേശിക്കുന്നത്? ഹർബി എന്ന പേരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല ഇല്ല, ഹുസൈൻ എന്ന് ഞാൻ പേര് വെച്ചിരിക്കുന്നു.
വെച്ചിരിക്കുന്നു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആകാരത്തിൽ വളരെ അടുപ്പമുള്ള മോനാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എന്തുകൊണ്ട് നമ്മൾ ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ ഛത്രാധിപതിയായതുകൊണ്ടല്ല, ഭരണാധികാരിയായതുകൊണ്ടല്ല, ഏതെങ്കിലും തമ്പുരാക്കന്മാരുടെ പാദസേവ ചെയ്തത് കൊണ്ടല്ല. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹനീയമായ മാർഗത്തിൽ മുന്നോട്ട് പോയിട്ട് കർബലായുടെ രണാങ്കണത്തിൽ വെച്ച് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് കൊന്നുകളയുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചിരുന്ന വാഹനമതാ സഹോദരിമാരുടെ തമ്പിലേക്ക് പോയി അലമുറയിട്ട് നിലവിളിച്ചിട്ട് തല തല്ലിയിട്ട് സ്വന്തമായി അങ്ങ് രക്തസാക്ഷിത്വം വരിക്കുകയാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എതിരാളികളായ യസീദിന്റെ പട്ടാളം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയറുത്തു മാറ്റുന്നു. എത്ര അഹ്ലു ബൈത്തിലെ മക്കളാണ് ഇവിടെ ഷഹീദായി പോയത്. താരീഖ് കർബല വായിച്ചാൽ ഈറനണിയാത്ത കണ്ണുകളോടെ കിതാബ് താഴെ വെക്കാൻ സാധ്യമല്ല. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം താരീഖ് കർബലയിൽ എഴുതിയില്ലേ? ആധുനിക പണ്ഡിതന്മാര് പോലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിരക്കണക്കിന് പേരുള്ള കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുകയില്ല. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയറുത്തു മാറ്റിയിട്ട് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് പ്രകടനം നടത്തുന്നു. ആരാണ് ലോകത്തിന്റെ നേതാവ്, മദീനയുടെ രാജാവ്, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ജനങ്ങളുടെയും മാർഗദർശനമാണ്, പരലോകത്തിലെല്ലാം സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേതാവാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയതാ അറുത്തു മാറ്റിയിട്ട് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് പ്രകടനം നടത്തുന്നു. സന്ധ്യാസമയമാകുമ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയുമായി പ്രകടനം നടത്തുന്ന ആളുകളോട് വേദക്കാരനായ ഒരാൾ ചോദിക്കുകയാണ്, ഇതാരുടെ തലയാ?